നമസ്കാരം. വേടനിൽ നിന്നും ബിന്ദുവിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? പിണറായി സഖാവിന്റെ 9 വർഷത്തെ ഭരണകാലത്തിന്റെ ദൂരമാണത്. അധികാരത്തിലിരിക്കുന്നവരും സാധാരണക്കാരും തമ്മിലുള്ള ദൂരം. പിണറായി സഖാവ് മുഖ്യമന്ത്രി കസേരയിൽ 9 വർഷം പൂർത്തിയാക്കി 10ാമത്തെ വർഷത്തിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. സത്യത്തിൽ ഇതിന് വാർഷികാഘോഷങ്ങൾ എന്ന് പേരിടാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം മരണദിനങ്ങളിൽ സാധാരണ നമ്മൾ ആഘോഷിക്കാറില്ല, ആചരിക്കുകയാണ് ചെയ്യുക. പിണറായി വിജയന്റെ കീഴിൽ കേരളത്തിന്റെ 9 വർഷങ്ങളുടെ മരണം നമുക്ക് എങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക? പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന ദളിത് സ്ത്രീ ഒരു പകലും ഒരു രാവും കള്ളി എന്ന് മാറി മാറിയുള്ള വിളി കേട്ടിരുന്നപ്പോൾ, ഉറങ്ങാൻ സമ്മതിക്കാതെ ബാത്റൂമിലെ ബക്കറ്റിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടപ്പോൾ, മോഷണം മുതൽ കണ്ടുപിടിക്കാൻ വേണ്ടി വിവസ്ത്രയായി നിന്നുകൊടുക്കേണ്ടി വന്നപ്പോൾ, വേടന്റെ ദളിത് സ്വത്വത്തെ ആഘോഷിക്കാൻ വേണ്ടി തത്രപ്പെടുന്ന പിണറായിയും ഗോവിന്ദൻ മാഷും ജാതി രാഷ്ട്രീയം പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന വെറും കോമരങ്ങൾ മാത്രമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. വേടനും അവന്റെ പാട്ടും ജാതി മാർക്കറ്റിങ്ങും ഒക്കെ മാറ്റി നിർത്തു. എന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വേടനെ വെച്ച് ആദ്യം ഡ്രാമ കളിച്ചതും പിന്നീട് ആഘോഷിച്ചതും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. പിണറായിയും കൂട്ടുമന്ത്രിമാരും അണിചേരുന്ന വാർഷികാചരണത്തിൽ ഒരു പട്ടിക്കുറുക്കം പോലും കടന്നു വരില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ 9 വർഷമായി ചെയ്തു കൂട്ടിയ പോക്കണംകേടുകൾ കാരണം CPMന്റെ വാർഷികാഘോഷങ്ങൾക്ക് ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള പിണറായി വിജയൻ വേടനെ വെച്ച് ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നു, അത്ര തന്നെ. സത്യത്തിൽ വേടൻ ഭരണകൂടത്തിന്റെ ഇരയാണ്. ഇവിടെ വേട്ടക്കാരൻ പിണറായി സഖാവാണ്. ഇദ്ദേഹം 9 വർഷമായി കേരളത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് സത്യം. ഭരണകൂടത്തിന് ആഘോഷിക്കാൻ വേടനെ വേണം, അപമാനിക്കാൻ ബിന്ദുവിനെയും മധുവിനെ പോലെയുള്ളവരെയും വേണം. അതുകൊണ്ടാണ് വിശന്ന് മരിക്കാതിരിക്കാൻ ഒരു പിടി അരി മോഷ്ടിച്ച മധുവിനെ കെട്ടിയിട്ട് തല്ലിക്കൊന്നവനെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി മാറ്റിയത്. വേടൻ ജാതി പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രതിരോധം, ബിന്ദു ജാതി പറഞ്ഞാൽ അവൾ കള്ളി. ഇത് എന്ത് തരം നീതിബോധമാണ്? പുതിയ തലമുറയിലെ കുട്ടികൾ ഇത് ചിന്തിക്കണം. വേടനോട് കാണിക്കുന്ന ജാതിയുടെ രാഷ്ട്രീയം ആത്മാർത്ഥമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അയാൾ പടത്തലവനാണെന്ന് പറഞ്ഞ് അയാളുടെ കറുപ്പിനെയും ജാതിയെയും രാഷ്ട്രീയ ആയുധമാക്കുന്ന CPM സെക്രട്ടറി ME ഗോവിന്ദനോട് മാഷിന്റെ കൊച്ചുമോളെ കെട്ടിച്ചു തരാമോ എന്ന് ചോദിച്ച് വേടൻ ഒന്ന് ചെന്ന് നോക്കട്ടെ. അപ്പോൾ കാണാം ഡബിൾ കടക്ക് പുറത്ത്. പറഞ്ഞു വന്നത് ബിന്ദുവിനെ കുറിച്ചാണ്. ബിന്ദു കള്ളിയല്ലായിരുന്നു, അവൾ മാല മോഷ്ടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവളുടെ കറുപ്പും അവളുടെ ജാതിയും നോക്കി ഭരണകൂടവും P ശശിയും അവളെ കള്ളി എന്ന് മുദ്രകുത്തി. വേടൻ കഞ്ചാവ് കേസിലെ പ്രതിയും മീറ്റു ആരോപണ വിധേയനുമാണ്. വേടന്റെ പീഡനങ്ങൾക്ക് വിധേയായ പെൺകുട്ടി എവിടെയോ ഇരുന്ന് നെഞ്ചകം പൊള്ളി കരയുന്നുണ്ടാകും. അവൾക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. എന്നിട്ടും ഇയാളെ ഭരണകൂടത്തിന്റെ ഐക്കണാക്കി മാറ്റാൻ CPM നേതൃത്വത്തിന് ഒരു മടിയുമില്ല. മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ വിവസ്ത്രയായി നിൽക്കേണ്ടി വന്ന നിരപരാധിയായ ബിന്ദുവും കെട്ടിയിട്ട് തല്ലിക്കൊന്ന മധുവും അവരുടെ നിറവും ജാതിയും ഒക്കെ നിരന്തരമായി ഭരണകൂടത്തിനാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു പെണ്ണിനും തലേണക്കടിയിൽ വെട്ടുകത്തി വെച്ച് കിടന്നുറങ്ങേണ്ട ഗതികേടുണ്ടാകില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ബിന്ദു എന്ന ദളിത് സ്ത്രീ ക്രൂരമായ പീഡനത്തിന് വിധേയായി. തലേണക്കടിയിൽ വെട്ടുകത്തിയല്ല, തോക്ക് വെച്ചുകൊണ്ട് കിടന്നാലും കേരളത്തിലെ പെണ്ണിന് ഒരു സുരക്ഷയുമില്ല. 1 വർഷം കൂടി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പിടിച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ.